ഇമാനുവൽ എന്ന് പറയുന്ന സിനിമ ഞാൻ സാധാരണ പല ആളുകളും പറയണത് കേട്ടിട്ടുണ്ട്. പല ആളുകളും പറയാറുണ്ട്, ഞാൻ മാത്രം നന്നായിട്ട് എന്താ കാര്യം, അപ്പോൾ ബാക്കിയെല്ലാം മോശം, ഞാൻ മാത്രം നന്നായിട്ട് എന്താ കാര്യം എന്ന് പലരും അവർ ചെയ്യുന്ന തെറ്റുകൾക്ക് കാരണമായിട്ട് പറയാറുണ്ട്. ഇമാനുവൽ എന്ന് പറയുന്ന സിനിമ പറയുന്നത് നീ മാത്രം നന്നായാൽ കാര്യമുണ്ട്, നിൻ്റെ നന്മ മറ്റുള്ളവരിലേക്ക് അത് പകരും, അവരിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നന്നാവുക എന്നുള്ള പാഠമാണ് ഇമാനുവൽ എന്ന് പറയുന്ന സിനിമ നൽകുന്നത്. മെസ്സേജ് കൊടുക്കൽ സിനിമയുടെ ദൗത്യമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പ്രീച്ചിങ് സിനിമയുടെ ദൗത്യമൊന്നുമല്ല. എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത് ഇമാനുവൽ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഇമാനുവൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് എനിക്ക് പരിചയമുണ്ട്. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അപ്പനും അമ്മയും ഒരു ലോവർ മിഡിൽ ക്ലാസ് കുടുംബം അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് കുടുംബത്തിന് ഒരു ശമ്പളത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും മാതാപിതാക്കൾ സംസാരിക്കുന്നത് കുട്ടികൾ കേട്ടിട്ടുണ്ടാകും. അവരുടെ ജീവിതം തുടങ്ങുന്ന സമയത്ത് അവരുടെ ഒരു പ്ലാനിങ്, ലൈഫ് ഈ ഒരു മാസത്തെ ശമ്പളം കൊണ്ട് എങ്ങനെ അടുത്തൊരു മാസം മുന്നോട്ട് പോകാം എന്നുള്ള പ്ലാനിങ്, ഭാവിക്ക് വേണ്ടിയിട്ടുള്ള കരുതി വയ്ക്കാനുള്ള ചില ചിട്ടികൾ, ചില ഡെപ്പോസിറ്റുകൾ, മറ്റ് കാര്യങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നൊക്കെയുള്ള ഡിസ്കഷൻസ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞത് എൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്താണ്. അപ്പോൾ ആദ്യത്തെ ഒരു 8 വർഷം എൻ്റെ ജീവിതവും ഇമാനുവലിൻ്റേതുപോലെ തന്നെയായിരുന്നു. അപ്പം ഏതൊരാൾക്കും, ഒരു ആവറേജ് മലയാളി തിരിച്ചറിയുന്ന കഥാപാത്രമാണ് ഇമാനുവൽ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ സിനിമ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത്. മാത്രമല്ല, എനിക്ക് പരിചിതമായിട്ടുള്ള ജീവിതങ്ങളുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. പിന്നെ എനിക്ക് അപരിചിതമായിട്ടുള്ളൊരു മേഖലയും ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അത് പുതിയ കാലഘട്ടത്തിൻ്റെ കോർപ്പറേറ്റ് വേൾഡാണ്. കോർപ്പറേറ്റ് വേൾഡിൽ ചെന്ന് പെടുന്ന, അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കഴിഞ്ഞ തലമുറ, അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാനുള്ള അവരുടെ സ്ട്രഗിളാണ് ഈ സിനിമ കാണിക്കുന്നത്. ഈ കാലത്തിന് അനുയോജ്യമാണെന്നാണ് തിയേറ്ററിലെ തിരക്കുകൾ സൂചിപ്പിക്കുന്നത്. വളരെ അപൂർവം ചില നെഗറ്റീവ് അഭിപ്രായങ്ങൾ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. ഒരു സിനിമ പയ്യൻസ് എന്ന് പറഞ്ഞ ഒരാൾ വളരെ അധിക്ഷേപിച്ച് എഴുതിയിട്ടുണ്ട്. ഈ നന്മയെ, ഒരു ചാനലിൽ ഒരു സിനിമാ നിരൂപകൻ നന്മയിൽ മുങ്ങിക്കുളിച്ച് ഇമാനുവൽ എന്ന് പരിഹാസപൂർവ്വം എഴുതിയിട്ടുണ്ട്. അതിനെ ഞാൻ കാണുന്നത് നമ്മുടെ മഹാന്മാരായ ആളുകളെ അവരുടെ ജീവിതകാലത്തെ ആളുകൾ ഇതുപോലെ അപഹസിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നന്മയുള്ള ആളുകളിലെ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ, ഇല്ലാത്ത ആളുകളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പെൺകുട്ടി സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞ് വിളിക്കുകയും ഭയങ്കര താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഇങ്ങനൊരു സിനിമ തന്നതിന് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു പെൺകുട്ടി എഴുതി മെസ്സേജ് ചെയ്തു, നന്മ ഇത്തിരി കൂടിപ്പോയോ എന്ന് ചോദിച്ചിട്ട് എഴുതി. അപ്പം എനിക്ക് ആ കുട്ടിയോട് പറയാനുള്ളത്, നന്മയുള്ള ആളുകളെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ കഴിയാത്തത് താങ്കളുടെ ദൗർഭാഗ്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധന്മാരെ കണ്ടിട്ടുണ്ട്. ഈ ഒന്നുമല്ല, അതിനേക്കാൾ വിശുദ്ധിയുള്ള, നന്മയുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇമാനുവൽ എന്ന് പറയുന്ന സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചത്, എല്ലാ പരിമിതികളും കുഴപ്പങ്ങളും ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളും ഒക്കെയുള്ള നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ഒരു സെക്ടറുണ്ട്. നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ. നന്നായിട്ടൊരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ തന്നെ അതൊരു നന്മയാണ്. കാരണം നിങ്ങളുടെ പുഞ്ചിരിക്ക് മറ്റൊരാൾക്ക് ഒരു അല്പനേരത്തേക്ക് ആശ്വാസം പകരാൻ അല്ലെങ്കിൽ സന്തോഷം പകരാൻ കഴിയും. അപ്പോൾ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ പ്രതിനിധിയാണ് ഇമാനുവൽ. അയാൾ ഭയങ്കര ഓവറായിട്ടൊന്നും ചെയ്യണമെന്നില്ല. അതേസമയം ദുബായിലൊക്കെ ലേബർ ക്യാമ്പിനുള്ളിൽ വർക്ക് ചെയ്യുന്ന ചില മലയാളികളെ കണ്ടിട്ടുണ്ട്. അവരവരുടെ ജീവിതം പോലും മാറ്റിവെച്ചിട്ട് അവിടെയുള്ള തൊഴിലാളികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരം വിശുദ്ധന്മാർ എന്ന് പറയാവുന്ന ലെവലിൽ ഒന്നും ഈ സിനിമ എത്തിയിട്ടില്ല. എന്നിട്ട് പോലും ഇത് കൂടിപ്പോയോ എന്ന് സംശയിക്കുന്ന ആളുകൾ, ഇത് കുറച്ച് കൂടുതലാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവരുടെ ചുറ്റും ഒരു നന്മയും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളാണ്. അല്ലെങ്കിൽ നന്മയെ തിരിച്ചറിയാൻ പോലും, അല്ലെങ്കിൽ നന്മയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പോലും കഴിവില്ലാത്ത ആളുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇമാനുവൽ എന്ന് പറയുന്ന കഥാപാത്രം എന്നോട് വിജീഷ് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആ ക്യാരക്ടർ
മമ്മൂക്കയുടെ രൂപത്തിലാണ് വന്നത്. മമ്മൂക്കയായിരുന്നു അത്. മമ്മൂക്കയ്ക്ക് ടൈലർ മെയ്ഡ് ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മമ്മൂക്ക എക്കാലത്തും വളരെ മനോഹരമായി ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ള തരം ഒരു ക്യാരക്ടറാണ് ഇമ്മാനുവൽ. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അതിൽ നിന്നെല്ലാം ഇതിന് മുൻകാലത്ത് ചെയ്തിട്ടുള്ള കുടുംബനാഥന്മാരുടെ റോളുകൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ച് ഈ സിനിമയിലുണ്ട്. ഇതിലൊരു വളരെ ഡൗൺ ടു എർത്ത് സട്ടിൽ പെർഫോമൻസ് മമ്മൂക്കയുടെ സൈഡിൽ നിന്നുണ്ടായിട്ടുണ്ട്.